നമസ്കാരം. നമുക്കൊപ്പമുള്ളത് മലപ്പുറത്തിന്റെ സ്വന്തം കുഞ്ഞാപ്പ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി. നമസ്കാരം സർ. ഇപ്പോൾ മലപ്പുറത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ താങ്കൾക്ക് വൈകാരികമായി വളരെ അടുപ്പമുള്ള ഇടമാണ്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഇടം, പിന്നീട് 2 തവണ മത്സരിച്ച് ജയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുകയാണ്. ഈ മടക്കത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. തുടക്കം വളരെ ആഹ്ലാദകരമായിരുന്നു. അപ്പോൾ മടക്കവും അതുപോലെ തന്നെയാണ്. വളരെ കാലത്തിന് ശേഷം കറങ്ങി തിരിഞ്ഞ് മലപ്പുറത്തെത്തി. സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം ഉണ്ടല്ലോ. മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ തുടക്ക MLA. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു സെൻറ്റിമെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നറിയാം. കാരണം മലപ്പുറത്തിന്റെ ചരിത്രം നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മുന്നോട്ട് വെക്കാനുള്ളത്? കാരണം നമ്മൾ ഒരുപാട് ആളുകളുടെ അടുത്ത് സംസാരിച്ചു, സാധാരണക്കാരുടെ അടുത്ത് സംസാരിച്ചു, ഓട്ടോക്കാരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ഭരണത്തിൽ അവർ സന്തുഷ്ടരാണ്, മലപ്പുറത്തെ ഭരണത്തിൽ അവർ സന്തുഷ്ടരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് മലപ്പുറത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അല്ല, മലപ്പുറത്തിൻ്റെ ഒരു ജൈത്ര യാത്ര തന്നെയാണ്. കാരണം ഈ ജില്ല വരുന്നതിൻ്റെ മുമ്പും ജില്ല വന്നതിന് ശേഷമുള്ള പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം ആളുകൾക്ക് കഷ്ടപ്പാട്. ഒരു സ്കൂള് വേണമെങ്കിൽ കിലോമീറ്റർ താണ്ടണം. അതൊക്കെ പോയില്ലേ. അപ്പോൾ അവർക്ക് സ്കൂളായി, കോളേജായി, അതുപോലെ പ്രൊഫഷണൽ കോളേജുകളായി, എല്ലാം ഉണ്ടല്ലോ. ഈ ജില്ലയിലാണ് യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോയിൻറ്റ് സ്ഥാപനം നമ്മളെ പ്രൈവറ്റൈസ് ചെയ്തപ്പോൾ കുറ്റിപ്പുറത്താണ് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നത്. അങ്ങനെ വലിയ മുന്നേറ്റമല്ലേ ഉണ്ടായത്. ജനങ്ങളൊക്കെ സാക്ഷരത ഉള്ളവരായി. എന്തിനു സാക്ഷരത? ഡിജിറ്റൽ സാക്ഷരത ഉള്ളവരായി. ഇനിയിപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായിരിക്കും, പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ? അതെ, ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ജനങ്ങൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നല്ല ബോധ്യം എനിക്കുണ്ട്. കുറച്ചും കൂടി ബെറ്റർ എഡ്യൂക്കേഷൻ. വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ അതിലൊരു ന്യായം നടന്നിട്ടില്ല. അത് പിന്നെ ഇപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അങ്ങോട്ടൊക്കെ വിദ്യാലയങ്ങളിലുള്ള പോരായ്മകൾ, വേണ്ടത്ര അധ്യാപകരില്ല, എനിക്ക് പഠിക്കാൻ സൗകര്യം, ഇതൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. റോഡൊക്കെ ഞങ്ങളുടെ കാലത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റബ്ബറൈസ് ചെയ്ത റോഡുകളായതുകൊണ്ട് അതിപ്പോഴും കേടുകൂടാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നല്ല റോഡാണ്. ഇങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ വളരെ സുഗമമായിരുന്നു, പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു. അല്ല, അത് ഞാൻ അവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നു, ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നു. അവർ ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ ഈ ലെവലിലാക്കിയിട്ടുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ഇന്ത്യയിലൊട്ടാകെ സഹകരിച്ച് ചെയ്ത ഒരു സംഗതിയാണ്. ഈ ഒരു 10 വർഷത്തിനുള്ളിൽ അത് കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ലോജിക്കില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ടും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ ആകെ അവർക്ക് പറയാനുള്ളത് ഈ റോഡാണ്, നാഷണൽ ഹൈവേ, ഈ നല്ല റോഡ്. അതാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലൊട്ടാകെ ചെയ്തതുമാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും വികസനം എന്നുള്ളത് തന്നെയാണോ മുഖ്യ ചർച്ചാ വിഷയം? ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരിക്കൽ കൂടി ആ നേട്ടങ്ങൾ, ഇപ്പൊ ആരോഗ്യ മേഖലയിലും അങ്ങനെ മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങളില്ല. ആരോഗ്യ മേഖലയിൽ ഒരു ശോച്യാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഉണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ കോളേജായാലും മറ്റാരോഗ്യ കേന്ദ്രങ്ങളായാലും അത് എക്യൂപ്പ് ചെയ്യണ്ടേ. ഡോക്ടർമാരില്ലാതെ എന്ത് കാര്യം? പോസ്റ്റിംഗ് ഇല്ലല്ലോ, ഡോക്ടർമാരെ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഉപകരണങ്ങളില്ല, മെഡിസിൻ ഇല്ല. എല്ലാത്തിൻ്റെയും ക്വാളിറ്റി നന്നേ കുറഞ്ഞു പോയി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. അതല്ലേ ശോച്യാവസ്ഥ എന്നത്. കേരളത്തിൽ ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതായല്ലോ. അതാണ് പ്രശ്നം. ആരോഗ്യരംഗം എല്ലാവരും എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ വളരെ താഴോട്ട് പോയി. അതൊരു വസ്തുതയാണ്. കഴിഞ്ഞ 5 വർഷം, അവരുടെ തന്നെ 5 വർഷം, ആ 5 വർഷത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ മോശമായി. അത് ആളുകൾക്ക് അറിയാവുന്നതല്ല, അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിവാദം ഡീലാണ്.
അപ്പോൾ അത് കൊഴുക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുമ്പോൾ പഴയ കോലീബി വടകര ബേപ്പൂർ മണ്ഡലത്തിൽ പണ്ട് സംഭവിച്ചത്, ഒപ്പം നേമത്ത് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതാര്, അത് പൂട്ടാൻ സഹായിച്ചതാര്, ഇങ്ങനെ അതൊരു വലിയ വിവാദമായി ഇത്തവണയും മാറിയിരിക്കുന്നു. ഡീൽ എന്നുള്ളത് പുതിയൊരു ആരോപണമല്ല, അത് തുടരുകയാണ്. അല്ല, അപ്പോൾ ഈ പുതുതായിട്ട് ഉള്ളത് പിന്നെ വന്നിരിക്കുന്നവരുടെ ഭാഗത്താണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. കാരണം പുതിയതായി ഞങ്ങൾ എവിടെയെങ്കിലും ഡീലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. ഞങ്ങൾക്ക് മറുപടി പറയാൻ പിറകോട്ട് സഞ്ചരിക്കണം. അപ്പൊ ഡീൽ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണെന്നാണോ പരോക്ഷമായി? അല്ലേ, ഇപ്പോൾ പിന്നെ ചില സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായി ബി ജെ പിക്ക് വോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇരു മുന്നണികളും നോക്കാറ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അവർ മൂന്നാം സ്ഥാനത്തുള്ള, ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തുള്ള സ്ഥലത്ത് അവർ വീക്ക് കാൻഡിഡേറ്റ്സിന് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ആരോപണം. അത് എത്ര മണ്ഡലങ്ങളാണ് ലീഗ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പാലക്കാട്, കാസർഗോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ഈ ചർച്ച ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് പാലക്കാട് ചർച്ച ഉണ്ടാക്കി. അതാണ് ബുദ്ധിമുട്ട്. സാർ, ഇത്തവണ നോക്കുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യം കൂടുതലുണ്ട്, പക്ഷെ വിജയസാധ്യതയുള്ള സീറ്റുകളൊക്കെ കുറവല്ലേ? ഞങ്ങൾ ആ 2 സീറ്റും ജയിക്കും. ആ. കാരണം കൂത്തുപറമ്പ് ഞങ്ങൾ ഇടയ്ക്ക് ജയിക്കുന്ന സീറ്റാണ്. പേരാമ്പ്രത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നല്ല ലീഡുള്ള ഒരു മുന്നേറ്റം വന്ന സീറ്റാണ്. അവിടെ രണ്ടും നല്ല കാൻഡിഡേറ്റ്സ് ആണെന്നുള്ള ഒരു ഇമ്പ്രഷൻ വന്നിട്ടുണ്ട്. ആ 2 സീറ്റും ഞങ്ങൾ ജയിക്കും തവണ. അതിനിടയിൽ ചില പൊട്ടിത്തെറികളൊക്കെ വന്നതൊക്കെ പരിഹരിക്കപ്പെട്ടോ? അല്ലേ, ഇപ്പുറത്ത് വലിയ കതീനവെടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചെറിയ ഓലപ്പടക്കന്മാരി അങ്ങനെ അങ്ങ് പോയി. അപ്പുറത്തല്ലേ പിന്നെ പൊട്ടിയത്. ഇതിലിപ്പോ കെ സുധാകരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, അവരുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരാനൊരു വൈകൽ കാലതാമസം ഉണ്ടായി, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ സംഗതികൾ അവസാനം വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഗുണാവുകയല്ലേ ചെയ്തത്. കാരണം സുധാകരൻ്റെ 2 വാക്കുകളിൽ അതൊക്കെ പോയില്ലേ. ഞാൻ എവിടെ പോവാൻ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിച്ചോടുകൂടി അത് തീർന്നല്ലോ. അപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് അല്പം ഡിബേറ്റൊക്കെ പരസ്യമായി നടക്കാറുണ്ട്. അത് പതിവുള്ളതാണ്. പക്ഷെ പാർട്ടി എന്നുള്ള നിലക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. ഒരു ചർച്ചയും നടക്കാതെ ഉള്ളിൽ കിടന്ന് വിങ്ങി പൊട്ടി വരുന്നത് അപ്പുറത്തല്ലേ. അത് പിന്നെ അവർക്ക് ഉൾപാർട്ടി ജനാധിപത്യം എന്നാണ് പറയുന്നത്. അത് വേണ്ട പോലെ ആകുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അസംതൃപ്തർ നിരന്തരമായിട്ട് പുറത്ത് കൊന്നുകൊണ്ടിരിക്കുമോ? ഇപ്പൊ കെ സുധാകരൻ പറഞ്ഞത് 3ാം പിണറായി സർക്കാർ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പിന്നെ 3ാം പിന്നെ പിണറായി സർക്കാർ വരുന്ന ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അത് വളരെ ക്ലിയറാണ്. അത് ഈ ഇലക്ഷനിൽ വന്ന ട്രെൻഡ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ട്, നല്ലൊരു ട്രെൻഡ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പോൾ കോഴിക്കോട് ജില്ല ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭരണം യു ഡി എഫിന് വന്നു. അത് കഴിഞ്ഞപ്പോഴല്ല, ആ ഭരണത്തിൻ്റെ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാവാത്ത എണ്ണം സീറ്റ് ആ ജില്ലയിൽ ഉണ്ടാവും. കൊല്ലം ഇപ്പോൾ കോർപ്പറേഷൻ മേയർ യു ഡി എഫ് ആണ്. എത്ര കാലത്തിന് ശേഷം. അപ്പോൾ അവിടെ എത്ര സീറ്റിലായിരിക്കും യു ഡി എഫിന്റെ ജയം? യു ഡി എഫ് ഒരു റെക്കോർഡ് വിജയം ഉണ്ടാവും, 100 സീറ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും എണ്ണി കണക്കാക്കിയൊക്കെ പറയുന്നത്. ഞാനത് എന്തായാലും യു ഡി എഫിന് മെജോറിറ്റി ഉണ്ട്, യാതൊരു സംശയവുമില്ല. മലപ്പുറത്ത് നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ. ഞങ്ങൾക്ക് അതിൽ യാതൊരു താല്പര്യവുമില്ല. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി. ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഈ ചർച്ച ഇപ്പോൾ നടന്നില്ല, ലെവലിൽ ചർച്ച നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അതിലൊന്നും ഒരു കാര്യമില്ല. അതൊരു ഓർണമെൻ്റൽ പോസ്റ്റല്ലേ, അത് കാര്യമില്ല. ഇതിപ്പോൾ ഈ ലീഗിൽ ചില പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഒന്ന് പോസിറ്റീവായ ചില കാര്യങ്ങൾ, ഇപ്പോൾ കാരാട്ട് റസാഖ് തിരിച്ചെത്തി എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അതിനൊപ്പം തന്നെ ഇപ്പം മങ്കടയിൽ ഒരു വിമതൻ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ പോവുകയാണ്. അലവി എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം നാമനിർദ്ദേശ പത്രികയൊന്നും കൊടുക്കുന്നില്ല, അപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു. ഇതൊക്കെ ഏത് തരത്തിലാണ്? മറ്റൊന്ന്, ഇപ്പോൾ പുനലൂരിൽ ലീഗ് ആയി കോൺഗ്രസ്, അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കടുംപിടുത്തം അവിടെ മറ്റൊരു വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അല്ല, അത് പിന്നെ ഇത് ദയനീയമായ ഒരു പതനാണ് മങ്കടയിൽ സംഭവിച്ചത്. മങ്കടയിൽ ഒരു അസംബ്ലി
സീറ്റിൽ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ മണ്ഡല ലെവലിലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. അവരുടെ ആലോചനയ്ക്ക് ശേഷം നിർത്തിയ സ്ഥാനാർത്ഥിനെ പിന്നെ അതിനൊരു പ്രസക്തിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പുനലൂരിൽ ഔദ്യോഗികമായി കോൺഗ്രസ് ഞങ്ങളെ കൂടെയാണ്. ഒരു പിന്നെ റെബലുണ്ട്, റെബൽ ചിലയിടത്തൊക്കെ ഉണ്ടാവും. അത് ഇലക്ഷൻ ക്യാമ്പയിൻ വരുമ്പോൾ അപ്രസക്തമാവും, അത്രയേ ഉള്ളൂ. മേജറായിട്ടുള്ള ഒരു വിഷയം UDF-ൻ്റെ ക്യാമ്പിലില്ല. നേരെ മറിച്ച് അപ്പുറത്തിപ്പോൾ പിന്നെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അല്ലേ പൊട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതാണ്. ഇപ്പൊ ഇത് എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ്? എനിക്കോ അതിപ്പോൾ ഞാൻ നോക്കണം. എങ്ങനെയാണ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ മറ്റു തിരക്കുകൾ കാരണം? ഉണ്ട്. ഞാൻ പിന്നെ ഇന്നലെ കോഴിക്കോടായിരുന്നു, ഇന്നിപ്പോൾ മലപ്പുറത്താണ്. പിന്നെ അങ്ങനെ ഓരോ ദിവസം ഓരോ ജില്ലകൾക്കും പ്രദേശങ്ങൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പിന്നെ ഞാൻ ഇലക്ഷൻ അല്ലെങ്കിലും ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എത്ര ഭൂരിപക്ഷം ഇവിടുന്ന്? ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം. അതെ, ഇതിപ്പോൾ എനിക്കറിഞ്ഞൂടാ. കാരണം പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ, ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലം ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റ് സീറ്റിൽ ET മുഹമ്മദ് ബഷീറിന് ലക്ഷക്കണക്കിന് വോട്ടല്ലേ ഭൂരിപക്ഷം കിട്ടി. അങ്ങനെയൊക്കെ ആവാം, നോക്കാം. നമുക്ക് നമ്മളെക്കാളും സമർത്ഥമാർ ഏതെങ്കിലും ജില്ലയിലുണ്ടെങ്കിലോ അതാണ് സന്തോഷം. അത് ശരിയാണ്. അതെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സീറ്റ് പോലും കൊടുത്തിട്ടില്ല LDF-ന്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പം മലപ്പുറത്ത് കണ്ടുവെക്കേണ്ടെന്നാണ്? അതെ, ഈ തെരഞ്ഞെടുപ്പിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. ആ സമയം വേറെ എവിടെ നോക്കുന്നതാണ് നല്ലത്. താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും തരുന്നു സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.